സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വീഡിയോയുടെ ബാക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അല്ലേ? മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന രണ്ട് മനുഷ്യ സ്നേഹികൾ തമ്മിലുള്ള ഒരു സ്നേഹ പ്രകടനത്തിൻ്റെയും ആ ഒരു ആദരിക്കലിൻ്റെയും ഒക്കെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ഇന്ദ്രൻസിൻ്റെ വരാൻ പോകുന്ന സിനിമയുടെ ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനും പ്രസ് മീറ്റിനും ഇടയിൽ മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമയുടെ മൂത്തോൻ അവിടേക്ക് എത്തുകയും മമ്മൂക്കയുടെ സ്റ്റൈലൻ ലുക്ക് 74-ാമത്തെ വയസ്സിലും ഇത്രയും ഒരു ചുള്ളൻ ചെറുക്കനായിട്ട് അല്ലെങ്കിൽ ഒരു ചുള്ളൻ പയ്യനായിട്ട് അവിടേക്ക് വന്ന മമ്മൂക്കയെ ഏത് രീതിയിലാണ് ജനങ്ങൾ എല്ലാവരും സ്വീകരിച്ചതെന്നും സോഷ്യൽ മീഡിയയ്ക്ക് കത്തിച്ചുകൊണ്ട് അല്ലെ തീ ഇട്ടുകൊണ്ട് മമ്മൂക്ക വന്നിറങ്ങിയ ആ ഒരു വരവിനെ എല്ലാവരും കൊട്ടിഘോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, അല്ലെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി മമ്മൂക്ക വേദിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇന്ദ്രൻസ് ചേട്ടൻ തന്നെയാണ്. അന്നും ഇന്നും എന്നും അദ്ദേഹം ആ ഒരു ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന, അല്ലെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി എല്ലാവരും പറയുന്നത് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്, അതിനേക്കാൾ ഉപരി നല്ലൊരു നടനാണെന്നാണ്. നമുക്കറിയാം, ഇന്ദ്രൻസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളാണ്. അത് ഏതൊക്കെ സിനിമ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഈ മമ്മൂക്കയുടെ കാര്യം പറയുന്നത് പോലെയൊക്കെയാണ് കേട്ടോ. അത് അച്ഛൻ കഥാപാത്രം ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നാട്ടുകാരനായിട്ട് വേഷം ചെയ്താലോ, ഏത് വേഷം ചെയ്താലും എല്ലാം നല്ല തനിക്ക് ഉതകുന്ന രീതിയിൽ, അല്ലെ തനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ ചെയ്തു വെക്കുക. ഒരു തയ്യൽക്കാരൻ സിനിമയിലേക്ക് വരുന്നു, പിന്നീട് സിനിമ എന്ന് പറയുന്ന ഒരു മായാലോകത്ത് ഒരു മായാജാലം തീർക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഇന്ദ്രൻസ് ചേട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു ഇന്ദ്രൻസ് ചേട്ടനെ പറ്റിയാണ് നമ്മുടെ എല്ലാവരുടെയും മൂത്തൻ, നമ്മുടെ എല്ലാവരുടെയും സിനിമയുടെയും നമ്മുടെ എല്ലാവരുടെയും വല്യേട്ടൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം അതിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഇന്ദ്രൻസ് ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. മമ്മൂക്കയുടെ ആ ഒരു വരവ് ഞാൻ നിങ്ങളെ എന്തെങ്കിലും കാണിച്ചു തരാം. ആ ഒരു വണ്ടിയിൽ നിന്നിറങ്ങി ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ട് ആ വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു വരവ് നിങ്ങളൊന്ന് നോക്കിക്കേ സുഹൃത്തുക്കളെ. ആ ഒരു വരവ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഒരു 74 വയസ്സുകാരനാണോ നടന്നു പോകുന്നത്? എഴുപത്തിനാല് വയസ്സിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ ഒരാളെ കൊണ്ട് പറ്റുമോ? പറ്റും. ആ ഒരാൾ ആരാണ്? മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഒരു ഡ്രസ്സിങ് സെൻസ് നിങ്ങൾ നോക്കിക്കേ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ ജനങ്ങൾക്കും ഇത്രയും അധികം ഈ ഒരു മനുഷ്യനോട് ആരാധന. കടലും മമ്മൂക്കയും ഒരുപോലെയാണെന്ന് ഒരുപാട് ആളുകളുടെ കമൻറ്റ് കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതായത് എത്ര കണ്ടാലും മതി വരാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കടൽ, ഒന്ന് മമ്മൂക്ക എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ജനങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ ആ ജനങ്ങൾക്കൊപ്പം തന്നെ ഞാനും ചേർന്ന് നിൽക്കുകയാണ്. ഞാനും പറയുകയാണ്, എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവം തന്നെയാണ് മമ്മൂക്ക. ഒരു മനുഷ്യനെന്ന് നമുക്ക് വിളിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു സംഭവമെന്നോ ഇതിഹാസമെന്നോ മറ്റേതൊക്കെ പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതൊന്നും അധികം നമ്മളെന്താ പറയുക, വില ഈ പൊക്കി പറയുക അല്ലെങ്കിൽ വെറുതെ അതിശയോക്തി കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും ചിന്തിക്കില്ല. കാരണം ഏത് വാക്കുകൾ പറഞ്ഞാലും ആ വാക്കുകളെല്ലാം മമ്മൂക്കയ്ക്ക് അത് ഓക്കെയാണ്. എന്ന് വെച്ചാൽ, നല്ലൊരു അച്ഛനാണോ? ഓക്കെയാണ്. നല്ലൊരു മകനാണോ? ഓക്കെയാണ്. നല്ലൊരു സിനിമാ നടനാണോ? അതും ഓക്കെയാണ്. നല്ലൊരു മനുഷ്യ സ്നേഹിയും ജാതിയും മതവും എന്ന് പറയുന്ന അതിർവരമ്പുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാത്തൊരു മനുഷ്യനുമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഓക്കെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ജാതി മതം എന്നീ പറയുന്ന രണ്ട് അതിർവരമ്പുകൾ, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ അവർ അതിൻ്റെ അടിമയാണോ എന്നുള്ളത് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ മനുഷ്യൻ തന്നെയാണ്. ഈ കാര്യങ്ങളിലെല്ലാം മമ്മൂക്ക നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള സംഘികളുടെ വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെ ഇരയായിട്ടുള്ളത്. ഇരയായാലും മമ്മൂക്ക അതിലൊന്നും വറീഡാവുന്നില്ല. ഏതെങ്കിലും പട്ടി കിടന്ന് കുരച്ചാൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന് ആ മനുഷ്യന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം സംഘികൾ എത്ര കിടന്ന് കുരച്ചാലും അദ്ദേഹം അതിൽ ബോധേടാവാത്തതും അതിനെപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടാത്തതും. തനിക്ക് കിട്ടേണ്ട എത്ര വലിയ ബഹുമതിയാണെങ്കിലും അത് നിഷേധിച്ചാലും തനിക്കൊരു കോപ്പുമില്ല എന്നുള്ള ചിന്താഗതി. തനിക്ക് ജനമനസ്സുകളിൽ എങ്ങനെ ഒരു സ്ഥാനം പിടിച്ചു പറ്റണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പ്രഹസനങ്ങളൊന്നും കാട്ടിക്കൂട്ടുന്നൊന്നുമില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കേവലം ഒരു പേരിന് വേണ്ടിയിട്ടോ പ്രസക്തിക്ക് വേണ്ടിയിട്ടാണോ അല്ലയോ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂക്ക ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും ഇത്രയും അധികം ആളുകൾ
ഒരു വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നല്ല രീതിയിൽ കുരുപൊട്ടുന്ന മറ്റൊരു വിഭാഗമുണ്ട് കേട്ടോ. അത് നമ്മൾ കാണാതിരിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കരുത്. മമ്മൂക്ക മരിക്കണം, മമ്മൂട്ടി യുഗം തീരണം എന്ന് പറയുന്ന കുറച്ചധികം ആളുകളുണ്ട്. നമുക്കറിയാം മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അത് സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നൊരു ചിന്താഗതിക്കാരാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഈ കാര്യങ്ങളെപ്പറ്റി അറിയാത്തത്. എന്നാൽ മമ്മൂക്ക ചെയ്ത കാര്യങ്ങളെപ്പറ്റി, മമ്മൂക്ക സഹായം ചെയ്ത ആ സഹായം സ്വീകരിച്ച ആളുകൾ വന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ, മമ്മൂക്ക അതിനെപ്പറ്റി പറഞ്ഞു നടക്കുന്നതുമായിട്ടുള്ള വാല്യൂ അത് അറിയാവുന്നത് കൊണ്ട് തന്നെ, അതെന്ത് വ്യത്യാസമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയൊക്കെ ആയിരിക്കണം ഇദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും അധികം, എത്രയും കോടി ജനങ്ങളെക്കാളൊക്കെ മുകളിൽ, അതായത് ദൈവത്തിനൊപ്പം ദൈവതുല്യനായിട്ട് നമ്മളെല്ലാം കാണാൻ കാരണമായിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. വേണമെങ്കിലെന്നല്ല, അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആശാൻ സിനിമയുടെ ആ ഒരു പ്രസ് മീറ്റിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്ത് ഇന്ദ്രൻ സേട്ടനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ മമ്മൂക്കയെ നമ്മൾ കണ്ടു. അതിനുശേഷം മമ്മൂക്കയെ പറ്റി ഇന്ദ്രൻ സേട്ടൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മമ്മൂക്ക ഞങ്ങളെ ഒരുപാട് നേരം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ വലിയ അഭിമാനവും, അല്ലെങ്കിൽ നമുക്കൊക്കെ വാങ്ങിച്ചിരുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മളെ ഒരു ആശാൻ. ഇപ്പൊ അടൂർ സാറിന്റെ പദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, അതിലും അഭിനയിക്കുന്നു. പറയാത്തെ പറഞ്ഞു വരുമല്ലോ. അഭിനയിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ഒരു പക്ഷെ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം. 109 സിനിമ കോസ്റ്റ്യൂമർ ആയിരുന്നു. അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കണ്ടില്ലേ, മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ടും കോസ്റ്റ്യൂം ചെയ്യാനും ഒക്കെ ഇന്ദ്രൻ സേട്ടൻ ഉണ്ടായിരുന്നു എന്നാണ് ആ പയ്യൻ പറയുന്നത്. നമുക്കറിയാം ഇന്ദ്രൻ സേട്ടൻ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു തയ്യൽക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമറാണ്. അപ്പം ഇന്ദ്രൻ സേട്ടൻ കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട്. അങ്ങനെ ഒരു മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന് താൻ കൈവച്ചതെല്ലാം പൊന്നാക്കിക്കൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ പോയിട്ടുള്ളത്. ആ മനുഷ്യൻ ഒരു വിവാദങ്ങളിലും ഇതുവരെയും വന്ന് പെട്ടിട്ടില്ല. മമ്മൂക്ക അതുപോലെ തന്നെയാണ്. വിവാദങ്ങൾ ഉണ്ടാക്കി പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മമ്മൂക്കയെ, അത് മറ്റ് പല വിവാദങ്ങളിലും. കസബ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ കുറേ ഫെമിനിസ്റ്റുകൾ വന്നിട്ട്, തീവ്ര ഫെമിനാസി ചിന്തകളുള്ളവർ വന്നിട്ട്, അത് മമ്മൂക്ക ചെയ്തത് ശരിയായില്ല, പെണ്ണിൻ്റെ അവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫക്ക് യു എന്നൊക്കെ പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാൻ വന്നു. എന്നിട്ട് അവരിപ്പോൾ സിനിമയൊന്നും ഇല്ലാതെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി കൂടി പോയത്. മമ്മൂക്ക ആളെ ചെയ്തോ മമ്മൂക്ക ചെയ്തോന്നോ അല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോയതുകൊണ്ടാണ്. മമ്മൂക്ക എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ പത്മവിഭൂഷൺ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള, ഇതെല്ലാം രാജ്യത്തിൻ്റെ തന്നെയാണ്, ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഇത് കിട്ടിയില്ലെങ്കിൽ, ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ജനമനസ്സുകളിൽ എന്നും നമ്പർ 1, അല്ലെങ്കിൽ ജനമനസ്സുകളിൽ എന്നും ഹീറോ മമ്മൂക്ക മാത്രമാണ്. ലാലേട്ടനൊക്കെ അതിന് ശേഷമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. 100% എനിക്ക് പറയാൻ സാധിക്കും, ലാലേട്ടൻ്റെ സ്ഥാനം മമ്മൂക്കയെക്കാളൊക്കെ താഴെയാണ്. ഇനി ഏതൊക്കെ മമ്മൂക്ക ഫാനോ അല്ലെ ഏതൊക്കെ ലാലേട്ടൻ ഫാൻ വന്ന് മെഴുകിയാലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. ഞാൻ മമ്മൂക്ക ഫാൻ മാത്രമായതുകൊണ്ട് പറയല്ല, മമ്മൂക്ക ഫാൻ അല്ല എന്ന് ഞാൻ പറയില്ല, മമ്മൂക്ക ഫാൻ തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെ കുറ്റമൊന്നും പറയാറില്ല. പക്ഷേ ഒരു സത്യാവസ്ഥ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ, മമ്മൂക്കയെ അത്രയും അധികം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ട് മാത്രമല്ല, സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം അറിഞ്ഞിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹം ഈ ഒരു ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്താണ് അയാൾക്ക്, മമ്മൂക്കയ്ക്ക് ഫീൽ ചെയ്തതെന്ന് അതിൽ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ കണ്ടുപോകാം. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ കേമന്മാരാരും അല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ച്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്.
സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ ഒത്തൊരു സിനിമ, പിന്നൊരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. കണ്ടില്ലേ, സഹപ്രവർത്തകർക്കും തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകൾക്കും മമ്മൂക്ക കൊടുക്കുന്ന ഒരു കരുതൽ തന്നെയാണ് ഇവിടെയും നമ്മൾ എടുത്തു കാണും. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്, അതിലേക്ക് ഞാൻ വീണ്ടും വരുന്നില്ല. മമ്മൂക്ക പറയുന്നത് ഇങ്ങനെ ഒരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു കഥയാണിത്. വലിയ പ്രമുഖരോ അല്ലെങ്കിൽ വലിയ നേരത്തെ ഈ സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളൊന്നുമല്ല, എല്ലാം പുതിയ ആളുകൾ ചെയ്യുന്നൊരു സിനിമയാണ്. എന്നിട്ടും അതിലൊരു പോരായ്മകളൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ വേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് മമ്മൂക്ക പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ആ സിനിമ വൻ വിജയം തന്നെയായിരിക്കും. നമുക്കറിയാം മമ്മൂട്ടി കമ്പനിയുടെ ഒരു ബാനറിൻ്റെ കീഴിലൊരു സിനിമ വന്നാൽ ഗ്യാരണ്ടീഡാണ്, വാറണ്ടിയാണ്, 100% നമുക്ക് വിശ്വസിച്ച് കാണാൻ. കൊടുക്കുന്നത് 100, 200, 300, 500, 1000 എത്രയാണെങ്കിലും അത് കാറ്റിൽ പറന്നു പോവില്ല. ഇപ്പോൾ ബാറോസ് കാണാനൊക്കെ കൊടുത്തതുപോലെയൊന്നും ആവില്ല എന്ന് സാരം. അപ്പം അങ്ങനെ മമ്മൂക്ക അവിടെ ഒരു യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മമ്മൂക്ക അവിടെ ആ സിനിമ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും സുഹൃത്തുക്കളെ. അങ്ങനെയാണ് മമ്മൂക്ക ഓരോ സിനിമകളിൽ പറഞ്ഞിട്ടുള്ളതും ചെയ്തു വെച്ചിട്ടുള്ളതിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. എന്തായാലും ഈ ഒരു സിനിമയും വൻ വിജയമാവട്ടെ. തന്നോടൊപ്പം തൻ്റെ വളർച്ചയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന, അല്ല തൻ്റെ വളർച്ചയിൽ താൻ ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോഴും മുന്നിലേക്ക് തിരികെ നോക്കി തൻ്റെ കൂടെ വന്നവരെയും തന്നോടൊപ്പം എത്തിക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെ ഒരു അപൂർവ ഇതിഹാസങ്ങളിൽ ഒന്നായിട്ടുള്ള മമ്മൂക്കയെ പറ്റി ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ടാവും. അത് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യുക, പോവുക. അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ബൈ, പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ശരി.